നമുക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഫേസ് വാഷിന്റെ സ്ക്രബ് വന്നിട്ടുള്ളത്. നിയാസിനമയുടെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് മേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫേസ് വാഷ് സ്ക്രബിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അത് നമ്മൾ ഗ്രീൻ ബീഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നിയാസിനമയുടെ ആണ് കേട്ടോ. നമ്മുടെ ഫേസ് ഒക്കെ നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആവാനും നല്ലതായിട്ട് മോയ്സ്ചറായിട്ട് നിൽക്കാനൊക്കെ ഉള്ള ഒരു അടിപൊളി ഫേസ് വാഷ് ആണ് നമ്മൾ ഇന്ന് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് സസ്പെൻഡിങ് ഫേസ് വാഷ് ബേസിലാണ് കേട്ടോ മേക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ സസ്പെൻഡിങ് ഫേസ് വാഷ് ബേസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതിൽ നിറച്ച് ബബിൾസ് ആണ് കേട്ടോ. ഫ്രീ ആയിട്ടുള്ള സസ്പെൻഡിങ് ഫേസ് വാഷ് ആണ്. പിന്നെ നമുക്ക് ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള ബേസ് ഒക്കെ ആണെങ്കിൽ അതിൽ വാട്ടർ ആഡ് ചെയ്യാറില്ലേ, ഡിയം വാട്ടർ. ഇതിൽ അങ്ങനെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്കിത് ഇത്ര 1 kg നമുക്ക് 1 kg തന്നെയാ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നിറച്ച് ബബിൾസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രീൻ ബീഡ്സ് വരുന്നുണ്ട്, കണ്ടില്ലേ, ഗ്രീൻ ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ അതിലേക്ക് മോയ്സ്ചറൈസർ, ഹൈഡ്രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, വെജിറ്റബിൾ ഗ്ലിസറിന് പകരമായിട്ട്. പിന്നെ അതിലേക്ക് സ്മെല്ല്, ഇത് നിയാസിനമേഡ് ആണ് കേട്ടോ. നിയാസിനമേഡ് ഫ്രാഗ്രൻസ്, കളർ, ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അടിപൊളി ഫേസ് വാഷ് സ്ക്രബ് മേക്ക് ചെയ്യാം. സ്ക്രബ് അല്ല കേട്ടോ, സ്ക്രബ് മേക്ക് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് നമ്മുടെ ഫേസ് വാഷിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതേ കണ്ടില്ലേ, ഇതിൽ നിറച്ച് ബബിൾസ് ആണ് വരുന്നത്. നമുക്ക് നോർമൽ ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസിലൊന്നും നമുക്ക് ഈ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മുടെ ഗ്രീൻ ബീഡ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സസ്പെൻഡിങ്ങിൻ്റെ ഫേസ് വാഷിൽ മാത്രമേ നമുക്ക് ഈ ബീഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ 1 kg ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ 1/2 kgയുടെയും 1 kgയുടെയും കിറ്റുകൾ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നന്നായിട്ട് ഈ സ്പാച്ചുല വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബൗളിലൊക്കെ നിറച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ മൊത്തമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് 1 kgയിൽ 10 എണ്ണമൊക്കെയാണ് നമ്മൾ 100 ml കിട്ടുക. അപ്പോൾ ഫുള്ളായിട്ട് എടുത്തില്ലെങ്കിൽ കറക്റ്റ് 100 നമുക്ക് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഗ്രീൻ ബീഡ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ ബീഡ്സ് ഇവിടെ 10 ഗ്രാമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 10 ഗ്രാം ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഗ്രീൻ ബീഡ്സ് ഫുള്ളായിട്ട് നമുക്ക് ആ പാക്കറ്റിൽ തന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം മിക്സ് ചെയ്താലാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് ആ ഒരു ഫോമിലേക്ക് വരുള്ളൂ. ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നിയാസിനമേഡാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിയാസിനമേഡ് നമ്മുടെ സ്കിന്നിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റനിങ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് വന്നിട്ടുള്ള ആ ബ്ലാക്ക് മാർക്കുകളൊക്കെ പോവാനും പുതിയ പിമ്പിൾസ് വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ നിയാസിനമേഡ്. നമുക്ക് ഹൈഡ്രാജനോട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹൈഡ്രാജൻ നമുക്ക് മോയ്സ്ചറൈസർ ആയിട്ട് വരുന്നതാണ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്യാറില്ലേ, അതിന് പകരമായിട്ട് നമുക്ക് വരുന്നതാണ് ഹൈഡ്രാജൻ. നല്ല അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു തിക്കായിട്ടുള്ളൊരു ലിക്വിഡായിട്ടാണ് കേട്ടോ വരുന്നത് ഹൈഡ്രാജൻ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. മൊത്തമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ടാബ്ലറ്റ് ആണ്. ഞാൻ വൈറ്റമിനിയുടെ 4 ടാബ്ലറ്റ് ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേ അത്ര കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഒരു ക്ലൗഡി ടച്ചാണ് കേട്ടോ വരുന്നത്. അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ടാബ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടിനും ഒരേ ഗുണം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ ആഡ് ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 4 ടാബ്ലറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫേസ് വാഷ് നമുക്ക് 2 times യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. മോർണിംഗും അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫേസ് വാഷ് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതലും ഓയിലി സ്കിന്നുകാർക്കാണ് ഈ ഫേസ് വാഷ് നല്ലത് കേട്ടോ. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒന്നുകൂടെ ഡ്രൈ ആയി വരും. അപ്പോൾ നിങ്ങൾ ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് മസ്റ്റായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളറാണ് കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വീട്ടിൽ മേക്ക് ചെയ്യുന്നവരാണ്, പുറത്തോട്ടൊന്നും സെയിൽ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഫേസ് വാഷിന് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് നല്ല അടിപൊളി ഒരു ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ. നമുക്ക് അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട്
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫേസ് വാഷ് ആണ് കേട്ടോ. ഒരു തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഇത് തന്നെ മേടിച്ച് യൂസ് ചെയ്യും. അത്രയും റിസൾട്ട് ഉള്ള ഒരു ഫേസ് വാഷാണ് നമ്മുടെ നിയാസിനമേഡിൻ്റെ ഈ ഫേസ് വാഷ് സ്ക്രബ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൽസിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഫണലിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ബോട്ടിലേക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ 110 ml ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 9 ബോട്ടിലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ബോട്ടിൽസിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് വാഷ് കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാത്തിലേക്കും നമുക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വാൽനട്ടിൻ്റെ സ്ക്രബ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ആ വീഡിയോ വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് 9 ബോട്ടിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ക്യാപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതിൽ പമ്പ് കേപ്പാണ് കേട്ടോ, ഗോൾഡ് കളറിലുള്ള പമ്പ് കേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൽ ലാബിലൂടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി അവസാനിച്ചു കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫേസ് വാഷ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കൊറിയർ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വീഡിയോ വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ഫേസ് വാഷിന് എത്ര ഷെൽഫ് ലൈഫ് ഉണ്ട് എന്നുള്ളത്. ഇതിന് എന്തായാലും ഒരു 6 മാസം വരെയൊക്കെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. 1 year വരെയൊക്കെ കിട്ടും, പക്ഷെ ഒരു 6 മാസം വരെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഷെൽഫ് ലൈഫ് അല്ല നമ്മൾ കൊടുക്കുന്നതല്ല, നമുക്ക് 6 മാസം വരെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതേ അടിപൊളിയായി ലാബിലൊക്കെ ഒട്ടിച്ച് നല്ല ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.